നമസ്കാരം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിക്കെതിരെ നിലപാട് കടുപ്പിക്കാൻ കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. SDPI നിരോധിക്കാൻ വേണ്ട തെളിവുകൾ EDയുടെ കയ്യിൽ വ്യക്തമായ ഡിജിറ്റൽ തെളിവുകളാണ് EDയുടെ കയ്യിൽ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന റെയ്ഡിൽ കിട്ടിയത്. ഈ തെളിവുകൾ NIAക്ക് കൈമാറുകയും ചെയ്യും. NIA പരിശോധിച്ച് തുടർ നടപടികൾ NIAയും സ്വീകരിക്കും. അതിനുശേഷമാകും കൂടുതൽ കേസുകൾ EDയും NIAയും എടുക്കാൻ പോകുന്നത്. കൂടാതെ മലപ്പുറത്ത് നടന്ന റെയ്ഡിൽ വ്യക്തമായ പദ്ധതിയോടെയാണ് ED എത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ വേഷം മാറി മാസങ്ങളോളം കേരളത്തിൽ വിവിധയിടങ്ങളിൽ താമസിച്ച NIA ഉദ്യോഗസ്ഥർക്ക് പുറമെ NIAയുടെ ഏജന്റുമാരും മലപ്പുറത്ത് EDയുടെ റെയ്ഡിലുണ്ടായിരുന്നു. അതായത് EDയുടെ റെയ്ഡിൽ SDPIയുടെ ഓഫീസിന്റെ അകത്തൊന്നും NIAയുടെ ഏജന്റുമാരില്ലായിരുന്നു. പക്ഷേ അവർ മലപ്പുറത്ത് SDPI പ്രവർത്തകരുടെ ഇടയിൽ അതായത് SDPI പ്രവർത്തകർ സമരം നടത്തിക്കൊണ്ടിരുന്ന ആ കൂട്ടത്തിൽ തന്നെ NIAയുടെ ഏജന്റുമാരും ഉണ്ടായിരുന്നു. അവരുടെ സംസാരങ്ങൾ ഒപ്പിയെടുക്കാനും ഒളിക്യാമറകൾ കൊണ്ട് അവരുടെ ഓരോ നീക്കങ്ങളും പകർത്തിയെടുക്കാനും അവരുടെ പദ്ധതികളും അവരുടെ ഗൂഢനീക്കങ്ങളും സുപ്രധാനമായ തെളിവുകളും ഉൾപ്പെടെ ശേഖരിക്കാനായിരുന്നു NIAയുടെ ഏജന്റുകൾ മലപ്പുറത്തും തിരുവനന്തപുരത്തും ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത്. അതിരാവിലെ തന്നെ EDയുടെ ഒപ്പം കേന്ദ്ര സേനയും റെയ്ഡിന് ഉണ്ടായിരുന്നു. നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബോധ്യപ്പെടുത്തി പാർട്ടി നിരോധിക്കാനാണ് ലക്ഷ്യം. അതിന്റെ റിപ്പോർട്ടുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ നിരോധിച്ചാലും പുതിയ പേരിൽ സംഘടനകൾ തുടങ്ങാൻ സാധ്യതയുണ്ട്. ഇതുകൂടി തിരിച്ചറിഞ്ഞുള്ള നടപടികളാണ് കേന്ദ്ര ഏജൻസികൾ പദ്ധതിയിടുന്നത്. പുതിയ രാഷ്ട്രീയ സംഘടന എന്തെങ്കിലും തരത്തിൽ SDPIയോ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരോ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് കേന്ദ്ര IB അടക്കം നിരീക്ഷിക്കും. പോപ്പുലർ ഫ്രണ്ട് ഭീകര പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യക്കകത്ത് നിന്നും പുറത്തു നിന്നും പണം ശേഖരിച്ചെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഗൾഫിൽ നിന്നടക്കം വലിയ രീതിയിൽ ഹവാല പണങ്ങൾ SDPIക്ക് കിട്ടി. ഹവാല ഇടപാടുകളിലൂടെയും സംഭാവനയുടെ രൂപത്തിലുമാണ് പണം എത്തിച്ചത്. പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ ഇതുവരെ 61.72 കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ അറസ്റ്റ് ചെയ്ത ശേഷം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലാണ് ED ഇക്കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. പിന്നീട് പലയിടത്തും റെയ്ഡ് നടന്നു. ഇതിൽ നിർണായകമായ രേഖകളും വിവരങ്ങളും കിട്ടി. എന്നാൽ എല്ലാം രാഷ്ട്രീയ പ്രേരിതമെന്ന സ്ഥിരം SDPIയുടെ ഡയലോഗുകളും പരസ്യ നിലപാടുകളും പുറത്തു വന്നു. ഈ സാഹചര്യത്തിൽ തെളിവുകൾ പരമാവധി ശേഖരിച്ച് SDPIയെ ആജീവനാന്തം ഒരു നിരോധനം ഏർപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ഫൈസിയെ ED ചോദ്യം ചെയ്തിരുന്നു. തുടർന്ന് പലവട്ടം ഡൽഹിയിലെ ED ഓഫീസിലേക്ക് വിളിപ്പിച്ചെങ്കിലും ഫൈസി ഒഴിഞ്ഞുമാറി ഒളിവിൽ കഴിയുകയായിരുന്നു. തിങ്കളാഴ്ച ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചാണ് ഫൈസിയെ ED ഉദ്യോഗസ്ഥർ തൂക്കിയെടുത്തത്. തുടർന്ന് ഡൽഹിയിലെ EDയുടെ വസതിയിൽ കൊണ്ടുപോയി, അതായത് EDയുടെ ഔദ്യോഗിക ഓഫീസിൽ കൊണ്ടുപോയി വിശദമായി പെരുമാറുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു. ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ ഇന്ത്യൻ ഫെർട്ടേണിറ്റി ഫ്രണ്ട്, SDPIയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സോഷ്യൽ ഫോറം എന്നീ സംഘടനകളും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. 12 തവണ നോട്ടീസ് നൽകിയിട്ടും ഫൈസി ഹാജരായില്ലെന്നും ഇതോടെയാണ് തുടർ നടപടികൾ ആരംഭിച്ചതെന്നും ED വ്യക്തമാക്കി. SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ഒരേ നേതൃത്വം, ഒരേ അണികളാണുള്ളത്. അതായത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ അവിടുത്തെ നേതാക്കളെല്ലാം കൂട്ടത്തോടെ SDPIയിലേക്ക് കയറി രാജ്യത്ത് കലാപങ്ങളും രാജ്യത്തെ തകർക്കാനുമുള്ള ഗൂഢനീക്കങ്ങൾ ഇവരുടെ പള്ളികളിൽ നിന്ന് നടത്തുകയായി. SDPIയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്. SDPIയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, നയരൂപീകരണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കൽ, പൊതുപരിപാടികൾ എന്നിവ തീരുമാനിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് തന്നെയാണ്. SDPIക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ്. SDPIക്ക് 4 കോടിയോളം രൂപ നൽകിയതിന് തെളിവ് ലഭിച്ചെന്നും ഇതിന്റെ ഉറവിടം സംശയാസ്പദമാണെന്നും ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. ആന്തരികമായി ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമെന്ന നിലയിലുമാണ് SDPI പ്രവർത്തിക്കുന്നതെന്നും ED വ്യക്തമാക്കുന്നു. രാജ്യത്ത് ആക്രമണവും ഭീകര പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം പണം ശേഖരിച്ചു. റമദാൻ കളക്ഷന്റെ പേരിൽ പ്രാദേശികമായും പണം സ്വരൂപിച്ചെന്ന് ED ആരോപിക്കുന്നുണ്ട്. SDPI ദേശീയ അധ്യക്ഷനെ നിലവിൽ ഡൽഹിയിലെ നിസാമുദ്ദീനിലെ SDPIയുടെ കേന്ദ്ര ഓഫീസ് അടക്കം 2 ഇടത്ത് പരിശോധന നടന്നു. തിരുവനന്തപുരം പാളയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസും മലപ്പുറം ടൗണിലെ ജില്ലാ ഓഫീസും റെയ്ഡ് ചെയ്ത് സീൽ ചെയ്തിട്ടുണ്ട്. ബംഗളൂർ, ചെന്നൈ, കൊൽക്കത്ത, ലക്നൗ, ജയ്പൂർ, ആന്ധ്രാപ്രദേശ്, നന്ദ്യാൽ, മഹാരാഷ്ട്രയിലെ താനെ, ജാർഖണ്ഡിലെ പാഖൂർ എന്നിവിടങ്ങളിലെ ഓഫീസിലും റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അതായത് ഇനി വെറും 1, 2, 3 മാസത്തിനകം പോപ്പുലർ ഫ്രണ്ടിനെ പോലെ SDPIയെയും
ഇനി മണ്ണോടണിഞ്ഞ് ചേരാൻ പോവുകയാണ്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.